പബ്ലിക് ഹെൽത്ത് ഡെന്റിസ്ട്രി യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നിങ്ങൾ തന്ന ഈ ലേഖനങ്ങളും കുറിപ്പുകളുമൊക്കെ വെച്ച് സ്റ്റാറ്റിസ്റ്റിക്സിലെ ഒരു പ്രധാന വിഷയത്തിലേക്ക് കടക്കുകയാണ്. ഡാറ്റ ടൈപ്പുകൾ. സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് കേൾക്കുമ്പോഴേ പലർക്കും ഒരു പേടി പോലെയാണ് അല്ലേ? കണക്കുകളും ഫോർമുലകളും ഒക്കെ ഓർമ്മ വരും. അത് ശരിയാണ്. പക്ഷേ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇന്ന് നമ്മൾ വളരെ സിമ്പിളായിട്ട് നമ്മുടെയൊക്കെ ഡെയിലി ലൈഫിൽ നിന്നും പിന്നെ നമ്മുടെ ഡെന്റൽ ഫീൽഡിൽ നിന്നും തന്നെയുള്ള ഉദാഹരണങ്ങളെടുത്ത് ഇതെന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഇതൊരു കണക്ക് ക്ലാസ് അല്ല, ശരിക്കും വിവരങ്ങളെ എങ്ങനെ നന്നായി മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ചുള്ളൊരു സംസാരം. അപ്പോൾ നമുക്ക് തുടങ്ങാം. എന്തിനാണ് ഈ ഡാറ്റ ടൈപ്പുകളെക്കുറിച്ച് അറിയുന്നത്? ഇതിത്ര പ്രധാനപ്പെട്ടതാണോ? അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നിങ്ങൾക്കറിയാമല്ലോ, ഡെന്റിസ്ട്രിയിൽ നമ്മൾ ഓരോ കാര്യത്തിനും അതിൻ്റെതായ ശരിയായ ടൂളല്ലേ ഉപയോഗിക്കുന്നത്? അതെ. ഇപ്പോൾ ഒരു ക്യാവിറ്റി ഡ്രില്ല് ചെയ്യാൻ നമ്മൾ സ്കെയിലർ എടുക്കില്ല. അതുപോലെ ഒരു ക്രൗൺ ഒട്ടിക്കാൻ ഉപയോഗിക്കുന്ന സിമന്റ് ആയിരിക്കില്ല ചെറിയൊരു ഫില്ലിങ്ങിന് ഉപയോഗിക്കുന്നത്. ശരിയാണ്, ഓരോന്നിനും അതിൻ്റെതായ ഉപയോഗമുണ്ട്. അത് തന്നെ. സ്റ്റാറ്റിസ്റ്റിക്സിലും ഏകദേശം ഇതുപോലെയാണ്. നമ്മുടെ കയ്യിലുള്ള ഡേറ്റ, അതിന്റെ സ്വഭാവം, അതായത് ടൈപ്പ് എന്താണെന്ന് കൃത്യമായി അറിഞ്ഞാൽ മാത്രമേ ആ ഡേറ്റയെ ശരിയായി അനലൈസ് ചെയ്യാൻ പറ്റുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഏതാണെന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റൂ. ഓക്കെ. തെറ്റായ ടൂൾ ഉപയോഗിച്ചാൽ നമ്മുടെ റിസൾട്ട് തെറ്റും, അല്ലേ? അതുപോലെ തെറ്റായ ടെസ്റ്റ് ഉപയോഗിച്ചാൽ നമ്മുടെ പഠനത്തിന്റെ കണ്ടെത്തലുകൾ അതും തെറ്റായി പോവാം. അതുകൊണ്ട് ഡേറ്റ ടൈപ്പ് തിരിച്ചറിയുക എന്നത് അതാണ് ബേസിക് സ്റ്റെപ്പ്, ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ. അപ്പോ എവിടെ തുടങ്ങണം? ഏറ്റവും അടിസ്ഥാനപരമായ തരംതിരിവ് എന്താണ്? ഏറ്റവും ബേസിക് ആയിട്ട് ഡേറ്റയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒന്ന് ക്വാളിറ്റേറ്റീവ് ഡേറ്റ, പിന്നെ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ. ക്വാളിറ്റേറ്റീവ്, ആ പേര് കേൾക്കുമ്പോൾ തോന്നുന്നത് ഗുണങ്ങളെക്കുറിച്ചാണോ? സംഖ്യകളല്ലാത്ത കാര്യങ്ങൾ. അതെ അതെ, കൃത്യമായി പറഞ്ഞു. ഇതിനെ കാറ്റഗറിക്കൽ ഡേറ്റ എന്നും പറയും. ഇത് ആളുകളുടെയോ വസ്തുക്കളുടെയോ ഗുണങ്ങൾ, അതായത് ക്വാളിറ്റീസ്, അല്ലെങ്കിൽ അവരെ പെടുത്താൻ പറ്റുന്ന വിഭാഗങ്ങൾ, കാറ്റഗറീസ്, അതിനെയാണ് സൂചിപ്പിക്കുന്നത്. അതായത് നമ്പറുകളല്ല, ലേബലുകളാണ്. അതെ, ലേബലുകളാണ്, വിവരണങ്ങളാണ്. എങ്ങനെയുള്ളത് അല്ലെങ്കിൽ ഏത് തരം എന്ന ചോദ്യത്തിനാണ് ഇത് ഉത്തരം തരുന്നത്. നമ്മുടെ ചുറ്റും നോക്കിയാൽ ഒരുപാട് ഉദാഹരണങ്ങൾ കാണുമല്ലോ ഇതിന്. ഓ തീർച്ചയായും. ഇപ്പോ ലിംഗഭേദം, പുരുഷൻ, സ്ത്രീ, മറ്റുള്ളവർ, രക്തഗ്രൂപ്പ് എ ബി, എ ബി ഒ, വൈവാഹിക നില, വിവാഹിതൻ, അവിവാഹിതൻ, ഇതൊക്കെ ലേബലുകളാണ്. ഓരോന്നിനും ഓരോ പേര്. ശരി. ഇനി നമ്മുടെ ഡെന്റൽ ഫീൽഡിലേക്ക് വന്നാലോ? അവിടെ എങ്ങനെയുള്ള ഉദാഹരണങ്ങളാണ് ഉണ്ടാവുക? അവിടെയും ഇഷ്ടം പോലെ. ഇപ്പോ രോഗിയുടെ മോണയുടെ നിറം, അത് ഹെൽത്തി പിങ്ക് ആണോ അതോ റെഡ് ആണോ? ഓറൽ ഹൈജീൻ സ്റ്റാറ്റസ്, നമ്മൾ പറയാറില്ലേ, നല്ലത്, ഇടത്തരം, മോശമെന്ന്. പറയാറുണ്ട്. അതുപോലെ മാലൊക്ലൂഷന്റെ തരം, ക്ലാസ് 1, 2, 3. പിന്നെ രോഗനിർണയം, ജിഞ്ചിവൈറ്റിസ് ആണോ, പെരിയോഡോൺടൈറ്റിസ് ആണോ, അതോ ഹെൽത്തി ആണോ? പുകവലിക്കുന്ന ആളാണോ അല്ലയോ, ഉണ്ട്, ഇല്ല. ഇതൊക്കെ പേരുകളാണ്, കാറ്റഗറികളാണ്. ഓക്കെ. അപ്പോൾ ക്വാളിറ്റാറ്റീവ് എന്നത് ഡിസ്ക്രിപ്ഷൻസ്, ലേബിൾസ്. അങ്ങനെയെങ്കിൽ ക്വാണ്ടിറ്റാറ്റീവ് ഡേറ്റ, പേര് സൂചിപ്പിക്കുന്നത് പോലെ അളവുകളാണോ? അതെ, നിങ്ങളുടെ ഊഹം ശരിയാണ്. ഇതിനെ ന്യൂമറിക്കൽ ഡേറ്റ എന്നും പറയാറുണ്ട്. ഇത് നമുക്ക് അളക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ എണ്ണാൻ പറ്റുന്ന സംഖ്യകളാണ്. ഈ സംഖ്യകൾക്ക് ശരിക്കും ഒരു മാത്തമാറ്റിക്കൽ മീനിംഗ് ഉണ്ട്. അതായത് നമുക്കത് കൂട്ടാം, കുറയ്ക്കാം, ശരാശരി കാണാം, അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. എത്ര അളവ്, ഹൗ മച്ച്, അല്ലെങ്കിൽ എത്ര എണ്ണം, ഹൗ മെനി എന്ന ചോദ്യങ്ങൾക്കാണ് ഇത് ഉത്തരം തരുന്നത്. സാധാരണ ജീവിതത്തിലെ ഉദാഹരണങ്ങൾ: വയസ്സ്, ഉയരം, ഭാരം. അതെ, വയസ്സ് വർഷത്തില്, ഉയരം സെന്റിമീറ്ററില്, ഭാരം കിലോഗ്രാമില്. പിന്നെ ഒരു ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം. നേരത്തെ നമ്മൾ നിറം പറഞ്ഞില്ലേ, അത് ക്വാളിറ്റേറ്റീവ്. പക്ഷെ ഓരോ നിറത്തിലുള്ള എത്ര മിഠായികളുണ്ടെന്ന് എണ്ണിയാൽ 10 ചുവപ്പ്, 15 നീല, അത് ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ഡെന്റൽ ഫീൽഡിലോ ഒരു പേഷ്യന്റിനെ പരിശോധിക്കുമ്പോൾ കിട്ടുന്ന അളവുകൾ? എക്സാക്ട്ലി. പേഷ്യന്റിന്റെ DMFT സ്കോർ, അതായത് കേടുവന്നതും നഷ്ടപ്പെട്ടതും ഫില്ല് ചെയ്തതുമായ പല്ലുകളുടെ ആകെ എണ്ണം. ഉദാഹരണത്തിന് DMFT = 5. ഓക്കെ. പിന്നെ മോണയിലെ പോക്കറ്റിന്റെ ആഴം നമ്മൾ അളക്കില്ലേ, പ്രോബിംഗ് ഡെപ്ത്, മില്ലിമീറ്ററിൽ. ഉദാഹരണത്തിന് 4 mm, 6 mm എന്നൊക്കെ.
രോഗിയുടെ പ്രായം, ഒരു റൂട്ട് കനാൽ ചെയ്യാനെടുത്ത സമയം, 40 മിനിറ്റ്, 50 മിനിറ്റ് എന്നിങ്ങനെ. ഇതൊക്കെ അളവുകളാണ്, എണ്ണങ്ങളാണ്, ക്വാണ്ടിറ്റേറ്റീവ് ആണ്. ശരി. ഈ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ, അതായത് ഈ സംഖ്യകൾ തന്നെ എല്ലാം ഒരുപോലെയാണോ, അതോ അതിലും വ്യത്യാസങ്ങളുണ്ടോ? ഉണ്ട്. അതിലും ഒരു പ്രധാനപ്പെട്ട തരംതിരിവുണ്ട്. ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയെ നമുക്ക് വീണ്ടും രണ്ടായി തിരിക്കാം. കണ്ടിന്യൂസ് പിന്നെ ഡിസ്ക്രീറ്റ്. കണ്ടിന്യൂസ് കേട്ടിട്ട് തോന്നുന്നത് തുടർച്ചയായത് എന്നാണല്ലോ. അതെ, കണ്ടിന്യൂസ് ഡേറ്റ എന്ന് പറഞ്ഞാൽ ഒരു നിശ്ചിത റേഞ്ചിനുള്ളിൽ ഏത് മൂല്യവും സ്വീകരിക്കാൻ സാധ്യതയുള്ള ഡേറ്റയാണ്. ദശാംശങ്ങൾ, ഭിന്നസംഖ്യകൾ ഒക്കെ വരാം. സാധാരണയായി നമ്മൾ അളക്കുന്ന മെഷേർഡ് കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. നമ്മൾ എത്രത്തോളം കൃത്യമായി അളക്കുന്നോ അത്രത്തോളം ചെറിയ വ്യത്യാസങ്ങൾ നമുക്ക് രേഖപ്പെടുത്താൻ പറ്റും. അതായത് രണ്ട് മൂല്യങ്ങൾക്കിടയിൽ എപ്പോഴും വേറൊരു മൂല്യമുണ്ടാവാൻ സാധ്യതയുണ്ട്. ഒരു സ്കെയിൽ പോലെ ഇങ്ങനെ ഇടമുറിയാതെ പോകുന്നത്. ഇപ്പോ ഉയരം, ഭാരമൊക്കെ ഇതിൽ വരും. കാരണം 170 സെന്റിമീറ്ററിനും 171 സെന്റിമീറ്ററിനും ഇടയിൽ 170.1, 170.2, 170.15 അങ്ങനെ എത്ര വേണമെങ്കിലും വരാം. അതെ അതെ. അതുപോലെ ശരീര ഊഷ്മാവ് 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് അല്ലെങ്കിൽ 98.65 ഡിഗ്രി. ബ്ലഡ് പ്രഷർ ഡെന്റൽ ഫീൽഡിലാണെങ്കിൽ പോക്കറ്റ് ഡെപ്ത് 3 mm, 3.5 mm, 4.1 mm എന്നിങ്ങനെയൊക്കെ വരാം. ഒരു പല്ലിന്റെ നീളം മില്ലിമീറ്ററിൽ അളക്കുന്നത്. ചില ഇൻഡെക്സ് സ്കോറുകൾ, ഉദാഹരണം പ്ലാക്ക് ഇൻഡെക്സ് 1.75, 2.1. നമ്മുടെ അളക്കുന്ന ഉപകരണം എത്ര പ്രിസൈസ് ആണോ അതിനനുസരിച്ച് കൂടുതൽ ഡെസിമൽ പോയിന്റ്സ് വരാം. ഓക്കെ, അപ്പോൾ ഡിസ്ക്രീറ്റ് ഡേറ്റ എന്തായിരിക്കും? കണ്ടിന്യൂസിന്റെ നേരെ ഓപ്പോസിറ്റ്. അതെ, ഡിസ്ക്രീറ്റ് ഡേറ്റ എന്ന് പറഞ്ഞാൽ അത് പൂർണ്ണസംഖ്യകൾ മാത്രമേ എടുക്കൂ. ഇടയിലുള്ള ഫ്രാക്ഷൻസ്, ഡെസിമൽസ് ഒന്നും സാധ്യമല്ല. എണ്ണാൻ പറ്റുന്നത്. അതെ, സാധാരണയായി നമ്മൾ എണ്ണുന്ന കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. നിങ്ങൾക്ക് 2 കുട്ടികളുണ്ടാവാം, അല്ലെങ്കിൽ 2.5 കുട്ടികൾ എന്ന് പറയില്ലല്ലോ. ഇല്ല. അതുപോലെ ഒരു മുറിയിലെ കസേരകളുടെ എണ്ണം, പടികൾ പോലെ 1-ാം പടി അല്ലെങ്കിൽ 2-ാം പടി, 1.5-ാം പടി എന്നൊന്നുമില്ല. മനസ്സിലായി. അപ്പൊ ക്ലാസ്സിലെ കുട്ടികളുടെ എണ്ണം, ഒരു വീട്ടിലെ മുറികളുടെ എണ്ണമൊക്കെ ഡിസ്ക്രീറ്റ് ആണ്. ഡെന്റൽ ഉദാഹരണങ്ങൾ ഏതൊക്കെയാ? നമ്മൾ നേരത്തെ പറഞ്ഞ DMFT സ്കോർ, കേടുവന്ന പല്ലുകളുടെ എണ്ണം. നിങ്ങൾക്ക് 3 പല്ലുകളിൽ കേടുണ്ടാവാം, അല്ലെങ്കിൽ 4, 3.2 പല്ലുകളിൽ കേടില്ല. ശരിയാണ്. അതുപോലെ നഷ്ടപ്പെട്ട പല്ലുകളുടെ എണ്ണം, ഒരു ദിവസം ക്ലിനിക്കിൽ വന്ന രോഗികളുടെ എണ്ണം, 15 പേർ, 16 പേർ, 15.3 രോഗികളെന്ന് പറയില്ല. ഒരു ദിവസം എത്ര തവണ പല്ല് തേക്കുന്നു? 1, 2, 3, 1.5 തവണ എന്ന് നമ്മൾ പറയാറില്ലല്ലോ. ഇല്ല. ഇംപ്ലാന്റുകളുടെ എണ്ണം, ഇതൊക്കെ എണ്ണങ്ങളാണ്, ഡിസ്ക്രീറ്റ് ഡാറ്റയാണ്. കൊള്ളാം. അപ്പോൾ ഡേറ്റയെ ക്വാളിറ്റേറ്റീവ്, ക്വാണ്ടിറ്റേറ്റീവ് എന്നും ക്വാണ്ടിറ്റേറ്റീവിനെ കണ്ടിന്യൂസ്, ഡിസ്ക്രീറ്റ് എന്നും തിരിച്ചു. ഇനി വരുന്ന ഒരു പ്രധാന ഭാഗമാണ് സ്കെയിലുകൾ, അല്ലേ? ലെവൽസ് ഓഫ് മെഷർമെന്റ്. ഇതിനെ ഒരു ഏണി പോലെയാണെന്നും പറയുന്നു. മുകളിലേക്ക് പോകുന്തോറും ഡേറ്റ കൂടുതൽ ഇൻഫർമേറ്റീവ് ആവും, അല്ലേ? അതെ, സ്റ്റീവൻസ് എന്ന സ്റ്റാറ്റിസ്റ്റീഷ്യനാണ് ഇത് കൊണ്ടുവന്നത്. ഇതൊരു ഹൈറാർക്കി പോലെയാണ്, ഒരു ഏണി പോലെ. താഴെ നിന്ന് മുകളിലേക്ക് പോകുന്നതോറും ഡേറ്റയിൽ കൂടുതൽ വിവരങ്ങളുണ്ടാവും, കൂടുതൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. 4 പടികളാണ് ഇതിലുള്ളത്: നോമിനൽ, ഓർഡിനൽ, ഇന്റർവെൽ, റേഷ്യോ. ഓക്കെ, ആദ്യത്തെ പടി നോമിനൽ സ്കെയിൽ. പേരുപോലെ തന്നെ, പേരുകൾ മാത്രമാണോ? നെയിം? അതെ, നോമിനൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഡേറ്റയെ വെവ്വേറെ ഗ്രൂപ്പുകളായിട്ട് പേര് കൊടുത്ത് തരംതിരിക്കുന്നു. ഈ പേരുകൾക്ക് ഒരു പ്രത്യേക ഓർഡറോ റാങ്കിങ്ങോ വലിപ്പച്ചെറുപ്പമോ ഒന്നുമില്ല. ഓരോ കാറ്റഗറി മറ്റൊന്നിനേക്കാൾ നല്ലതാണെന്നോ വലുതാണെന്നോ ഒന്നും ഈ സ്കെയില് പറയുന്നില്ല. വെറും ലേബലുകൾ. ഇപ്പോൾ ഫുട്ബോൾ കളിക്കാരന്റെ ജേഴ്സി നമ്പർ 10-ാം നമ്പർ 5-ാം നമ്പറിനേക്കാൾ വലുതാണെന്നതിന് അർത്ഥമില്ലല്ലോ. അതൊരു ഐഡന്റിഫിക്കേഷൻ മാത്രമാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞ ക്വാളിറ്റേറ്റീവ് ഉദാഹരണങ്ങളായ ലിംഗഭേദം, രക്തഗ്രൂപ്പൊക്കെ നോമിനലാണല്ലേ? അതെ. ഡെന്റൽ ഫീൽഡിലെ ഉദാഹരണങ്ങൾ ഒന്നുകൂടി പറഞ്ഞാൽ, നമ്മൾ നേരത്തെ പറഞ്ഞ മാലോക്ലൂഷൻ ടൈപ്പ്, ക്ലാസ് 1, 2, 3 ഇത് വെറും പേരുകളാണ്. പുകവലി, നില, ഉണ്ട്, ഇല്ല. പല്ലിന്റെ നമ്പറിംഗ് സിസ്റ്റം, FDI സിസ്റ്റത്തിലോ യൂണിവേഴ്സൽ സിസ്റ്റത്തിലോ ഉള്ള നമ്പർ ഒരു ലേബൽ മാത്രമാണ്. ഡെന്റൽ സ്പെഷ്യാലിറ്റികൾ, ഓർത്തോ, എൻഡോ, പെരിയോ ഇവ പേരുകളാണ്. ബ്ലീഡിംഗ് ഓൺ പ്രൂവിംഗ്, യെസ്, നോ ഇതൊക്കെ നോമിനൽ ഡേറ്റയാണ്. ഇവിടെ നമുക്ക് ആകെ ചെയ്യാൻ പറ്റുന്നത്
ഓരോ ഗ്രൂപ്പിലും എത്ര പേരുണ്ട് എന്ന് എണ്ണുക എന്നത് മാത്രമാണ്. ശരി, നോമിനൽ എന്നാൽ പേരുകൾ മാത്രം, ഓർഡർ ഇല്ല. അടുത്ത പടി ഓർഡിനൽ സ്കെയിൽ. പേര് സൂചിപ്പിക്കുന്നത് പോലെ ഇതിൽ ഓർഡർ ഉണ്ടോ? അതെ, ഓർഡിനൽ സ്കെയിലില് ഡാറ്റയെ നമുക്കൊരു അർത്ഥവത്തായ ക്രമത്തിൽ ഓർഡർ അല്ലെങ്കിൽ റാങ്ക് ഇടാൻ പറ്റും. ആ, അതായത് ഒരു കാറ്റഗറി മറ്റൊന്നിനേക്കാൾ കൂടുതലാണ് അല്ലെങ്കിൽ കുറവാണ്, നല്ലതാണ് അല്ലെങ്കിൽ മോശമാണ് എന്നൊക്കെ പറയാൻ പറ്റും. പക്ഷേ ഒരു പ്രധാന പ്രശ്നമുണ്ട്. ഈ റാങ്കുകൾ തമ്മിലുള്ള വ്യത്യാസം, അതായത് ഇന്റർവൽ, അത് തുല്യമാണോ എന്ന് നമുക്കറിയില്ല, അല്ലെങ്കിൽ അത് തുല്യമാവണമെന്നില്ല. ഓക്കെ, ഒരു ഉദാഹരണം പറയാമോ? ഇപ്പോ ഒരു ഓട്ടമത്സരത്തിലെ സ്ഥാനങ്ങൾ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്, ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനത്തേക്കാൾ ബെറ്റർ ആണെന്ന് നമുക്കറിയാം. പക്ഷെ ഒന്നാമനും രണ്ടാമനും തമ്മിലുള്ള സമയവ്യത്യാസം രണ്ടാമനും മൂന്നാമനും തമ്മിലുള്ള സമയവ്യത്യാസത്തിന് തുല്യമാകണമെന്നില്ല, അല്ലേ? ശരിയാണ്. വസ്ത്രങ്ങളുടെ സൈസ് സ്മോൾ, മീഡിയം, ലാർജ് പോലെ. മീഡിയം സ്മോളിനേക്കാൾ വലുതാണ്, ലാർജ് മീഡിയംനേക്കാൾ വലുതാണ്. പക്ഷേ സ്മോളും മീഡിയവും തമ്മിലുള്ള സൈസ് വ്യത്യാസം മീഡിയവും ലാർജും തമ്മിലുള്ളതിന് തുല്യമാവണമെന്നില്ല. അത് തന്നെ. പിന്നെ സർവേകളിലെ പ്രതികരണങ്ങൾ സ്ട്രോങ്ലി ഡിസഗ്രി, ന്യൂട്രൽ, എഗ്രി, സ്ട്രോങ്ലി എഗ്രി. വേദനയുടെ തീവ്രത നമ്മൾ ചോദിക്കാറില്ലേ? ഇല്ല, ചെറിയ വേദന, ഇടത്തരം വേദന, കഠിനമായ വേദന. കഠിനമായ വേദന ഇടത്തരം വേദനയേക്കാൾ കൂടുതലാണ്. പക്ഷെ ആ വേദനയുടെ അളവിലെ വ്യത്യാസം അത് തുല്യമാണോ എന്ന് പറയാൻ പറ്റില്ല. ഡെന്റൽ ഫീൽഡിൽ ഇതിന് നല്ല ഉദാഹരണങ്ങളുണ്ടല്ലേ? പല ഇൻഡെക്സുകളും ഇങ്ങനെയാണെന്ന് തോന്നുന്നു. അതെ, ഒരുപാട്. നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഓറൽ ഹൈജീൻ ഇൻഡെക്സ് ഗുഡ്, ഫെയർ, പുവർ. പുവർ എന്നത് ഫെയറിനേക്കാൾ മോശമാണ്, ഫെയർ എന്നത് ഗുഡിനേക്കാൾ മോശമാണ്. പക്ഷേ ഗുഡും ഫെയറും തമ്മിലുള്ള വ്യത്യാസം ഫെയറും പുവറും തമ്മിലുള്ളതിന് തുല്യമാണോ? അല്ല. അതുപോലെ പ്ലാക്ക് ഇൻഡെക്സ്, സിൽനസ് ആൻഡ് ലൂയെ ഇൻഡെക്സ് ഒക്കെ 0 ഇല്ല, 1 കുറച്ച്, 2 ഇടത്തരം, 3 കൂടുതൽ. ഇവിടെ 3 എന്നത് 2നേക്കാൾ കൂടുതലാണെന്നറിയാം. പക്ഷേ 1ൽ നിന്ന് 2ലേക്ക് പ്ലാക്ക് കൂടുമ്പോഴുള്ള ആ വർധനവ് 2ൽ നിന്ന് 3ലേക്ക് കൂടുമ്പോഴുള്ള വർധനവിന് ഈക്വൽ ആകണമെന്നില്ല. ശരിയാണ്. ജിഞ്ചിവൽ ഇൻഫ്ലമേഷൻ സ്കോറുകൾ 0, 1, 2, 3 ഇതൊക്കെ ഓർഡിനലാണ്. ഒരു പ്രധാന കാര്യം ഓർക്കണം. ഓർഡിനൽ ഡേറ്റയിൽ റാങ്കുകൾ തമ്മിലുള്ള അകലം തുല്യമല്ലാത്തതുകൊണ്ട് അതിന്റെ ശരാശരി മീൻ കാണുന്നത് ശരിയായ രീതിയല്ല. മീഡിയനാണ് അവിടെ കൂടുതൽ ഉപയോഗപ്രദം. ഓക്കെ, അപ്പോൾ നോമിനൽ പേര്, ഓർഡിനൽ പേരും ഓർഡറും പക്ഷേ ഈക്വൽ വ്യത്യാസമില്ല. അടുത്ത പടി ഇന്റർവൽ സ്കെയിൽ. എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇന്റർവൽ സ്കെയിലിൽ ഓർഡിനലിന്റെ ഗുണങ്ങളുണ്ട്, അതായത് ഓർഡറുണ്ട്. അതോടൊപ്പം ഒരു പ്രധാനപ്പെട്ട ഗുണം കൂടിയുണ്ട്. ഓരോ മൂല്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇന്റർവൽ അർത്ഥവത്താണ്, അത് തുല്യവുമാണ്. ആഹാ, അപ്പോൾ വ്യത്യാസങ്ങൾ ഈക്വലാണ്. അതെ, സ്കെയിലിലെ ഏത് 2 പോയിന്റുകൾ എടുത്താലും അവ തമ്മിലുള്ള അകലം സ്ഥിരമായിരിക്കും. പക്ഷേ ഇതിനൊരു കുറവുണ്ട്. ഒരു യഥാർത്ഥ പൂജ്യം ഇതിനില്ല. യഥാർത്ഥ പൂജ്യമില്ല? അതെന്താണ്? അതായത് ഈ സ്കെയിലിലെ 0 എന്ന പോയിന്റ് നമ്മൾ അളക്കുന്ന സാധനം ഒട്ടുമില്ല, ആബ്സൻസ് എന്ന അവസ്ഥയെ സൂചിപ്പിക്കുന്നില്ല. ഓക്കെ, ഇത് കുറച്ച് കൺഫ്യൂസിംഗ് ആണല്ലോ. ഒരു ഉദാഹരണം? ഏറ്റവും ക്ലാസിക് ഉദാഹരണം താപനിലയാണ്. സെൽഷ്യസ് ഡിഗ്രിക്കും ഫാരൻഹീറ്റ് ഡിഗ്രിക്കും. ഇപ്പോൾ 20 ഡിഗ്രി സെൽഷ്യസിനും 30 ഡിഗ്രി സെൽഷ്യസിനുമിടയിൽ 10 ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്. 30 ഡിഗ്രി സെൽഷ്യസിനും 40 ഡിഗ്രി സെൽഷ്യസിനുമിടയിലും 10 ഡിഗ്രിയുടെ വ്യത്യാസമുണ്ട്. വ്യത്യാസങ്ങൾ തുല്യമാണ്. ശരി. പക്ഷേ 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ ചൂട് ഒട്ടുമില്ല എന്നാണോ അർത്ഥം? അല്ല, അത് വെള്ളം ഐസ് ആകുന്ന ഒരു പോയിന്റാണ്. ടെമ്പറേച്ചർ അതിലും താഴോട്ട് പോകാം. -10 ഡിഗ്രി, -20 ഡിഗ്രി. 0ന് ഒന്നുമില്ലായ്മ എന്നർത്ഥമില്ല. അതുകൊണ്ട് തന്നെ 20 ഡിഗ്രി എന്നത് 10 ഡിഗ്രിയുടെ ഇരട്ടി ചൂടാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അനുപാതങ്ങൾ, റേഷ്യോസ് ഇവിടെ അർത്ഥവത്തല്ല. ഓക്കെ, മനസ്സിലായി. അതുപോലെ IQ സ്കോറുകളും അല്ലേ? IQ 0 എന്ന് പറഞ്ഞാൽ ബുദ്ധിയില്ല എന്നല്ല. അതെ, ഡെന്റിസ്ട്രിയിൽ നമ്മൾ സാധാരണ അളക്കുന്ന കാര്യങ്ങളിൽ ഇത് കുറവാണ്. കൂടുതലും സൈദ്ധാന്തികമായ ഒരു പ്രാധാന്യമാണിതിനുള്ളത്. ശരി. അപ്പോൾ നമ്മൾ ഏണിയുടെ അവസാനത്തെ ഏറ്റവും മുകളിലത്തെ പടിയിലേക്കെത്തി. റേഷ്യോ സ്കെയിൽ. ഇതാണ് ഏറ്റവും പവർഫുൾ സ്കെയിൽ എന്ന് പറയുന്നു. എന്താണ് ഇതിന്റെ പ്രത്യേകത? അതെ, റേഷ്യോ സ്കെയിലാണ് ഏറ്റവും ഉയർന്ന തലം.
ഇതിന് ഇന്റർവെൽ സ്കെയിലിന്റെ എല്ലാ ഗുണങ്ങളുമുണ്ട്. അതായത് ഓർഡറുണ്ട്, മൂല്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസം തുല്യവും അർത്ഥവത്തുമാണ്. അതിനെല്ലാം പുറമെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതിനൊരു യഥാർത്ഥ പൂജ്യം, ട്രൂ സീറോ ഉണ്ട്. നേരത്തെ ഇല്ലാത്ത ആ ട്രൂ സീറോ. അതെ, അതായത് ഈ സ്കെയിലിലെ 0 എന്ന പോയിന്റിന് ഒരു കൃത്യമായ അർത്ഥമുണ്ട്. അളക്കുന്ന വസ്തുവിന്റെ പൂർണ്ണമായ അഭാവം, ടോട്ടൽ ആബ്സെൻസ്. 0 എന്നാൽ ഒന്നുമില്ല എന്ന് തന്നെ. അപ്പൊ ഇവിടെ നമുക്ക് ഇരട്ടി, പകുതി എന്നൊക്കെയുള്ള റേഷ്യോസ് പറയാൻ പറ്റും അല്ലേ? കൃത്യമായി. ഉദാഹരണത്തിന് ഭാരം. 0 കിലോഗ്രാം എന്ന് പറഞ്ഞാൽ ഭാരമേ ഇല്ല എന്നാണ്. അപ്പോ 20 കിലോഗ്രാം എന്നത് 10 കിലോഗ്രാമിന്റെ ഇരട്ടി ഭാരമാണെന്ന് നമുക്ക് ധൈര്യമായി പറയാം. അതുപോലെ ഉയരം 0 സെന്റിമീറ്റർ എന്നാൽ ഉയരമില്ല. പ്രായം 0 വയസ്സെന്നതിന് അർത്ഥമുണ്ട്. 40 വയസ്സുള്ളയാൾ 20 വയസ്സുള്ളയാളുടെ ഇരട്ടി പ്രായമുള്ളയാളാണ്. ദൂരം, സമയം, ഇതൊക്കെ റേഷ്യോ സ്കെയിലാണ്. ഡെന്റിസ്ട്രിയിൽ നമ്മൾ സാധാരണ അളക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇതിൽ വരും അല്ലേ? കളും റേഷ്യോ സ്കെയിലാണ്. ഉദാഹരണത്തിന് നമ്മൾ നേരത്തെ പറഞ്ഞ DMFT സ്കോർ. 0 എന്നാൽ കേടുകളേയില്ല. പ്രോബിംഗ് ഡെപ്ത് 0 mm എന്നാൽ പോക്കറ്റേ ഇല്ല. 6 mm പോക്കറ്റ് 3 mm പോക്കറ്റിന്റെ ഇരട്ടി ആഴമുണ്ട്. കേടുവന്ന പല്ലുകളുടെ എണ്ണം, പല്ലിന്റെ നീളം mm-ൽ, ഒരു പ്രൊസീജറിനെടുത്ത സമയം, ഒരു ദിവസം ക്ലിനിക്കിൽ വന്ന രോഗികളുടെ എണ്ണം. 0 എന്നാൽ ആരും വന്നില്ല. ബോൺ ലോസ് mm-ൽ. ഇവയെല്ലാം റേഷ്യോ സ്കെയിലാണ്. ഏറ്റവും കൂടുതൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റയാണിത്. ശരാശരി, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, റേഷ്യോകൾ, എല്ലാ തരം ടെസ്റ്റുകളും ഇതിൽ ഉപയോഗിക്കാം, ഡാറ്റയുടെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച്. കൊള്ളാം. അപ്പോൾ നോമിനൽ, ഓർഡിനൽ, ഇന്റർവെൽ, റേഷ്യോ, ഈ 4 സ്കെയിലുകളും നമ്മൾ കണ്ടു. ഇനി ശരിക്കും പ്രാക്ടിക്കലായ കാര്യത്തിലേക്ക് വരാം. ഈ അറിവ് വെച്ച് നമ്മൾ എന്ത് ചെയ്യും? എങ്ങനെയാണ് ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് തിരഞ്ഞെടുക്കുന്നതിൽ നമ്മളെ സഹായിക്കുന്നത്? അതാണല്ലോ ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആപ്ലിക്കേഷൻ. അതെ അതെ, ഇതാണ് മാസ്റ്റർ കീ എന്ന് പറയാം. ഡാറ്റയുടെ ടൈപ്പ് അറിഞ്ഞാൽ ശരിയായ സ്റ്റാറ്റിസ്റ്റിക്കൽ ടൂൾ തിരഞ്ഞെടുക്കാം. നമുക്ക് സിമ്പിളായി ഇങ്ങനെ ആലോചിക്കാം. നിങ്ങളുടെ ഡാറ്റ ക്വാളിറ്റേറ്റീവ് ആണെങ്കിൽ, അതായത് നോമിനൽ അല്ലെങ്കിൽ ഓർഡിനൽ ആണെങ്കിൽ, നിങ്ങൾ സാധാരണയായി എന്താ നോക്കുന്നത്? ഓരോ ഗ്രൂപ്പിലും എത്ര എണ്ണമുണ്ട്, അല്ലെങ്കിൽ എത്ര ശതമാനമുണ്ട് എന്നൊക്കെ താരതമ്യം ചെയ്യാനായിരിക്കും അല്ലേ? അതെ. ഉദാഹരണത്തിന്, പുകവലിക്കുന്നവരിൽ എത്ര പേർക്ക് മോണരോഗമുണ്ട്, അല്ലാത്തവരിൽ എത്ര പേർക്കുമുണ്ട് എന്നൊക്കെ. അതെ, അവിടെ നമ്മൾ ശരാശരി മോണരോഗമല്ലല്ലോ കാണുന്നത്. ആ ഉണ്ട് എന്ന കാറ്റഗറിയിലുള്ളവരുടെ എണ്ണമാണ് നോക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റുകളാണ് ചൈ-സ്ക്വയർ ടെസ്റ്റ്, ഫിഷേഴ്സ് എക്സാക്ട് ടെസ്റ്റ്, സാമ്പിൾ സൈസ് കുറവാണെങ്കിൽ. ഓർഡിനൽ ഡാറ്റയാണെങ്കിൽ റാങ്കുകൾ താരതമ്യം ചെയ്യാൻ മാൻ വിത്നി യു ടെസ്റ്റ് പോലുള്ള നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ ഉപയോഗിക്കും. ഓക്കെ, നോൺ പാരാമെട്രിക്. ഇനി നിങ്ങളുടെ ഡേറ്റ ക്വാണ്ടിറ്റേറ്റീവ് ആണെങ്കിൽ, അതായത് ഇന്റർവെൽ അല്ലെങ്കിൽ റേഷ്യോ ആണെങ്കിൽ, നമ്മൾ സാധാരണയായി ശരാശരികൾ തമ്മിൽ വ്യത്യാസമുണ്ടോ എന്നാണ് നോക്കുക. ഉദാഹരണത്തിന്, ഒരു പുതിയ ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ചവരുടെ ശരാശരി പ്ലാക്ക് സ്കോർ പഴയത് ഉപയോഗിച്ചവരെക്കാൾ കുറവാണോ എന്നൊക്കെ. അതെ, ഇവിടെ ഒരു പ്രധാന കാര്യം ശ്രദ്ധിക്കണം. ഈ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ ബെൽ കർവ് പോലെ കാണുന്നൊരു വിതരണം. നോർമൽ ഡിസ്ട്രിബ്യൂഷൻ. അതെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ടി ടെസ്റ്റ് 2 ഗ്രൂപ്പുകളെ താരതമ്യം ചെയ്യാൻ, അല്ലെങ്കിൽ ആനോവ 3 അതിലധികമോ ഗ്രൂപ്പുകളെ താരതമ്യം ചെയ്യാൻ പോലുള്ള പവർഫുള്ളായ പാരാമെട്രിക് ടെസ്റ്റുകൾ ഉപയോഗിക്കാം. പാരാമെട്രിക്. എന്നാൽ ഈ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റ നോർമൽ ഡിസ്ട്രിബ്യൂഷൻ പിന്തുടരുന്നില്ലെങ്കിൽ, ഉദാഹരണത്തിന് ഡേറ്റ സ്ക്യൂഡ് ആണെങ്കിൽ, അതായത് ഒരു വശത്തേക്ക് ചരിഞ്ഞാണ് കിടക്കുന്നതെങ്കിൽ, ഇത് DMFT സ്കോർ പോലെയുള്ള എണ്ണങ്ങളിൽ സാധാരണമാണ്. അപ്പോൾ ഈ പാരാമെട്രിക് ടെസ്റ്റുകൾ, ടി ടെസ്റ്റ്, അനോവ ഉപയോഗിക്കുന്നത് ശരിയാവില്ല. അപ്പോൾ എന്ത് ചെയ്യും? അപ്പോൾ നമ്മൾ വീണ്ടും നോൺ പാരാമെട്രിക് ടെസ്റ്റുകളിലേക്ക് പോകേണ്ടി വരും. അതായത് റാങ്കുകളെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന മാൻ വിറ്റ്നി യു ടെസ്റ്റ്, വിൽകോക്സൺ സൈൻഡ് റാങ്ക് ടെസ്റ്റ് പോലുള്ളവ. കൊള്ളാം. അപ്പോൾ ഡേറ്റയുടെ തരം മാത്രമല്ല, അത് എങ്ങനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നു എന്നതും ടെസ്റ്റ് തിരഞ്ഞെടുക്കുന്നതിൽ പ്രധാനമാണ്. ഇത് ശരിക്കും ഒരു ഡയഗ്നോസിസ് പ്രോസസ് പോലെ തന്നെയാണല്ലോ. രോഗലക്ഷണം നോക്കുക, ഡേറ്റ ടൈപ്പ്, പിന്നെ അതിന്റെ സ്വഭാവം മനസ്സിലാക്കുക, ഡിസ്ട്രിബ്യൂഷൻ, എന്നിട്ട് ചികിത്സ തീരുമാനിക്കുക, ടെസ്റ്റ് തിരഞ്ഞെടുക്കുക. അതേ ലോജിക്കാണ്. ഒരു ഡെന്റൽ ഉദാഹരണം വെച്ച് ഇതൊന്നുകൂടി ഉറപ്പിക്കാമോ? തീർച്ചയായും. നമുക്ക് നേരത്തെ പറഞ്ഞ ഗവേഷണ ചോദ്യമെടുക്കാം. ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് ഫ്ലൂറൈഡ് ഇല്ലാത്തതിനേക്കാൾ DMFT സ്കോർ കുറയ്ക്കുന്നുണ്ടോ എന്ന്. ഓക്കെ. ഇവിടെ നമ്മുടെ പ്രധാന ഔട്ട്കം എന്താണ്? DMFT സ്കോർ. അത് ക്വാണ്ടിറ്റേറ്റീവ്,
ഡിസ്ക്രീറ്റ് റേഷ്യോ സ്കെയിൽ. അതെ, നമ്മൾ 2 ഗ്രൂപ്പിലെയും ഫ്ലൂറൈഡ് ഉപയോഗിച്ചവർ ഉപയോഗിക്കാത്തവർ ആളുകളുടെ DMFT സ്കോറുകൾ രേഖപ്പെടുത്തുന്നു. അടുത്ത സ്റ്റെപ്പ്, ഈ DMFT ഡേറ്റയുടെ ഡിസ്ട്രിബ്യൂഷൻ നമ്മൾ പരിശോധിക്കണം. ഇത് ഏകദേശം നോർമൽ ആണോ, ബെൽ ഷേപ്ഡ് പോലെയാണോ? ആണെങ്കിൽ 2 ഗ്രൂപ്പിലെയും ശരാശരി DMFT സ്കോറുകൾ തമ്മിൽ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ആയ വ്യത്യാസമുണ്ടോ എന്ന് നോക്കാൻ നമുക്ക് ഇൻഡിപെൻഡന്റ് ടി ടെസ്റ്റ് ഉപയോഗിക്കാം. ഓക്കെ. ഇനി നോർമൽ അല്ലെങ്കിൽ സ്ക്യൂഡ് ആണെങ്കിൽ? അങ്ങനെ സ്ക്യൂഡ് ആണെങ്കിൽ ടി ടെസ്റ്റ് ഉപയോഗിക്കുന്നത് തെറ്റായ റിസൾട്ട് തരാം. അപ്പോൾ നമ്മൾ റാങ്കുകളെ താരതമ്യം ചെയ്യുന്ന മാൻ വിറ്റ്നി യു ടെസ്റ്റ് ഉപയോഗിക്കും. കണ്ടോ, ഒരേ ഡേറ്റ, പക്ഷേ ഡിസ്ട്രിബ്യൂഷൻ മാറിയപ്പോൾ ടെസ്റ്റും മാറി. ഇത് വളരെ ക്ലിയർ ആയി. അപ്പോൾ ഒരു സാധാരണ ഡെന്റൽ സ്റ്റുഡന്റിനോ അല്ലെങ്കിൽ തിരക്കിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഡോക്ടർക്കോ ഒരു റിസർച്ച് പേപ്പർ വായിക്കുമ്പോൾ ഈ അറിവ് എങ്ങനെ ഉപയോഗിക്കാം? എവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമ്മളൊക്കെ സാധാരണ നേരെ കൺക്ലൂഷനിലേക്കല്ലേ പോവാറ്? അത് സ്വാഭാവികമാണ്. സമയക്കുറവ് കൊണ്ട് അങ്ങനെ സംഭവിക്കാം. പക്ഷേ ഒരു പഠനത്തിന്റെ വിശ്വസ്യത അളക്കണമെങ്കിൽ ആ മെത്തേഡ് സെക്ഷൻ ഒന്ന് നോക്കുന്നത് വളരെ നല്ലതാണ്. മെത്തേഡ്സ്, സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഭാഗം. അതെ, ആ കൺക്ലൂഷനിലേക്ക് ചാടുന്നതിന് മുൻപ് മെത്തേഡ്സ് വായിച്ചിട്ട് സ്വയം ഈ ചോദ്യങ്ങൾ ചോദിച്ചു നോക്കൂ. 1. പ്രധാനമായി എന്താണ് അവർ അളന്നത്? ഔട്ട്കം വേരിയബിൾ, പ്ലാക്ക് സ്കോർ ആണോ, പോക്കറ്റ് ഡെപ്ത് ആണോ, അതോ വേദനയുടെ ലെവലാണോ? 2. അത് ഏത് തരം ഡേറ്റയാണ്? ഡേറ്റ ടൈപ്പ് ആൻഡ് സ്കെയിൽ. ഇത് ക്വാളിറ്റേറ്റീവ് ആണോ, ക്വാണ്ടിറ്റേറ്റീവ് ആണോ? നോമിനൽ, ഓർഡിനൽ, ഇന്റർവെൽ, റേഷ്യോ. ഉദാഹരണം, വേദന സ്കെയിൽ ഓർഡിനൽ ആണ്, പോക്കറ്റ് ഡെപ്ത് റേഷ്യോ ആണ്. ഇത് മനസ്സിലാക്കണം. 3. അവർ ഉപയോഗിച്ച സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ശരിയാണോ? ആ സ്റ്റാറ്റിസ്റ്റിക്കൽ അനാലിസിസ് ഭാഗത്ത് നോക്കുക. അവർ തിരഞ്ഞെടുത്ത ടെസ്റ്റ്, അവർ കളക്ട് ചെയ്ത ഡേറ്റയുടെ ടൈപ്പിനും അതിന്റെ ഡിസ്ട്രിബ്യൂഷനും, ചിലപ്പോൾ ഡിസ്ട്രിബ്യൂഷനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവില്ല, പക്ഷേ ഡേറ്റ ടൈപ്പ് വെച്ച് ഊഹിക്കാം മാച്ച് ആവുന്നുണ്ടോ. ഉദാഹരണത്തിന്, ഒരു ഓർഡിനൽ ഡേറ്റയെ, ഇപ്പോൾ പ്ലാക്ക് ഇൻഡെക്സ് 0, 1, 2, 3 അനലൈസ് ചെയ്യാൻ അവർ ടി ടെസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്തോ പ്രശ്നമുണ്ട്. അതൊരു റെഡ് ഫ്ലാഗ് ആണ്. ആ പഠനത്തിന്റെ നിഗമനങ്ങൾ അത്ര വിശ്വസിക്കാൻ കൊള്ളില്ല. അപ്പോ സാധാരണയായി ഈ കാര്യത്തിൽ പറ്റുന്ന തെറ്റുകൾ, നമ്മൾ ശ്രദ്ധിക്കേണ്ട റെഡ് ഫ്ലാഗുകൾ എന്തൊക്കെയാണ്? ഏറ്റവും കോമണായി കാണുന്നതും എന്നാൽ വളരെ പ്രധാനപ്പെട്ടതുമായ ചില തെറ്റുകൾ പറയാം. ഓർഡിനൽ ഡേറ്റയെ ഇന്റർവെൽ റേഷ്യോ ഡേറ്റയായി കണക്കാക്കുക. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. വേദനാ സ്കെയിലുകൾ അല്ലെങ്കിൽ പല ഇൻഡെക്സുകളും 0, 1, 2, 3 സ്കോറുകൾ ഓർഡിനലാണ്. അതിന്റെ ശരാശരി, മീൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ SD എന്നിവ കാൽക്കുലേറ്റ് ചെയ്ത് റിപ്പോർട്ട് ചെയ്യുക. എന്നിട്ട് ടി ടെസ്റ്റ് അല്ലെങ്കിൽ അനോവ ഉപയോഗിക്കുക. ഇത് തെറ്റാണ്. കാരണം ഓർഡിനൽ സ്കെയിലിൽ റാങ്കുകൾ തമ്മിലുള്ള വ്യത്യാസം തുല്യമല്ല. അപ്പോ അവിടെ മീഡിയൻ അല്ലേ ഉപയോഗിക്കേണ്ടത്? അതെ, മീഡിയനും ഇന്റർക്വാർട്ടൈൽ റേഞ്ചും IQR ആണ് ശരിയായ സംഗ്രഹ രീതി. ടെസ്റ്റ് ആണെങ്കിൽ മാൻ വിറ്റ്നി പോലുള്ള നോൺ പാരാമെട്രിക് ടെസ്റ്റുകൾ. ഒരു പേപ്പറിൽ ഓർഡിനൽ ഡേറ്റയുടെ മീൻ പ്ലസ് SD എന്ന് കണ്ടാൽ അതൊരു വലിയ റെഡ് ഫ്ലാഗ് ആണ്. സ്ക്യൂഡായ ക്വാണ്ടിറ്റേറ്റീവ് ഡേറ്റയിൽ പാരാമെട്രിക് ടെസ്റ്റുകൾ, ടി ടെസ്റ്റ്, അനോവ ഉപയോഗിക്കുക. DMFT സ്കോർ പോലെ ഒരു വശത്തേക്ക് ചരിഞ്ഞ ഡേറ്റയിൽ ഈ ടെസ്റ്റുകൾ ഉപയോഗിച്ചാൽ കിട്ടുന്ന p-വാല്യൂ വിശ്വസനീയമല്ലാതാവാം. ക്വാളിറ്റേറ്റീവ് ഡേറ്റയുടെ ശരാശരി കാണാൻ ശ്രമിക്കുക. ഇപ്പോൾ ജെൻഡർ 1 മെയിൽ 2 ഫീമെയിൽ എന്ന് കോഡ് ചെയ്തിട്ട് ശരാശരി ജെൻഡർ 1.6 ആണെന്ന് പറയുന്നതിൽ അർത്ഥമില്ലല്ലോ. ഇല്ല. ഡേറ്റ ടൈപ്പ് നോക്കാതെ തങ്ങൾക്ക് പരിചയമുള്ള അല്ലെങ്കിൽ എളുപ്പമുള്ള ടെസ്റ്റ് അങ്ങ് ഉപയോഗിക്കുക. ഇത് തെറ്റായ ഡയഗ്നോസിസ് വെച്ച് ചികിത്സിക്കുന്നത് പോലെയാണ്. അപ്പോ ഈ തെറ്റുകൾ ശരിക്കും അപകടം ചെയ്യാമല്ലേ? ഒരുപക്ഷേ ഒരു മരുന്ന് ഫലപ്രദമല്ലെങ്കിലും ഫലപ്രദമാണെന്ന് തോന്നാം, അല്ലെങ്കിൽ നല്ലൊരു ചികിത്സ മോശമാണെന്ന് റിസൾട്ട് വരാം. ഇത് അവസാനം പേഷ്യന്റ് കെയറിനെ ബാധിക്കും. തീർച്ചയായും. തെറ്റായ സ്റ്റാറ്റിസ്റ്റിക്സ് തെറ്റായ ക്ലിനിക്കൽ തീരുമാനങ്ങളിലേക്ക് നയിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് റിസർച്ച് പേപ്പർ ക്രിട്ടിക്കലായി വായിക്കാൻ ഈ ബേസിക് നോളജ് അത്യാവശ്യമാണെന്ന് പറയുന്നത്. ശരി. അപ്പോ റിസൾട്ട് വായിക്കുമ്പോൾ ടെസ്റ്റ് ശരിയാണെന്ന് ഉറപ്പുവരുത്തി ഇനി എന്താണ് ശ്രദ്ധിക്കേണ്ടത് സ്റ്റാറ്റിസ്റ്റിക്സിനപ്പുറം? വളരെ നല്ല ചോദ്യം. ടെസ്റ്റൊക്കെ ശരിയാണെങ്കിൽ തന്നെ റിസൾട്ട് വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. ക്ലിനിക്കൽ പ്രാധാന്യം വേഴ്സസ് സ്റ്റാറ്റിസ്റ്റിക്കൽ പ്രാധാന്യം.
ആ ഇത് കേട്ടിട്ടുണ്ട്. രണ്ടും ഒന്നല്ല അല്ലേ? അല്ല. ഒരു പഠനം 2 ഗ്രൂപ്പുകൾ തമ്മിൽ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ആയ വ്യത്യാസം കണ്ടെത്തിയെന്ന് കരുതുക. സാധാരണയായി നമ്മൾ P.05 ആണെങ്കിൽ സിഗ്നിഫിക്കന്റ് എന്ന് പറയും. അതെ. അതിനർത്ഥം ആ കണ്ട വ്യത്യാസം വെറും യാദൃശികമായി സംഭവിക്കാൻ സാധ്യത വളരെ കുറവാണെന്ന് മാത്രമാണ്. അതൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ കണ്ടെത്തലാണ്. പക്ഷേ ആ കണ്ടെത്തിയ വ്യത്യാസം അത് ശരിക്കും രോഗിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ടതാണോ, അതിന് റിയൽ വേൾഡിൽ എന്തെങ്കിലും ഇമ്പാക്റ്റ് ഉണ്ടോ, അതാണ് ക്ലിനിക്കൽ സിഗ്നിഫിക്കൻസ്. ഒരു ഉദാഹരണം പറയാമോ? പറയാം. ഇപ്പോ ഒരു പുതിയ ടൂത്ത് വൈറ്റനിങ് പേസ്റ്റ് പഴയതിനേക്കാൾ പല്ലിന്റെ ഷെയ്ഡിൽ ശരാശരി 0.2 യൂണിറ്റ് വ്യത്യാസം വരുത്തിയെന്ന് കരുതുക. ഈ വ്യത്യാസം സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ആണ്. P=0.01. സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നു യെസ്, വ്യത്യാസമുണ്ട്. ഓക്കെ. പക്ഷേ ഈ 0.2 ഷെയ്ഡ് വ്യത്യാസം അത് രോഗിക്ക് കണ്ണുകൊണ്ട് തിരിച്ചറിയാൻ പറ്റുന്ന വ്യത്യാസമാണോ? ഒരു പക്ഷേ അല്ലായിരിക്കാം. അപ്പോ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് ആണെങ്കിലും അതിന് വലിയ ക്ലിനിക്കൽ പ്രാധാന്യം ഉണ്ടാവില്ല. ശരിയാണ്. ചിലപ്പോൾ സ്റ്റാറ്റിസ്റ്റിക്കലി സിഗ്നിഫിക്കന്റ് അല്ലാത്ത ചെറിയ വ്യത്യാസം പോലും ക്ലിനിക്കലി പ്രധാനപ്പെട്ടതാവാം. അതുകൊണ്ട് എപ്പോഴും P-വാല്യൂ മാത്രം നോക്കാതെ ആ വ്യത്യാസത്തിന്റെ അളവ്, ഇഫക്റ്റ് സൈസ് ഓർ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡിഫറൻസ് കൂടി നമ്മൾ പരിഗണിക്കണം. ഈ വ്യത്യാസം കൊണ്ട് രോഗിക്ക് കാര്യമായ ഗുണമുണ്ടോ എന്ന് ചിന്തിക്കണം. വളരെ നന്നായി വിശദീകരിച്ചു. അപ്പം നമ്മൾ ഇത്രയും നേരം സംസാരിച്ചതിൻ്റെ എല്ലാം ഒരു സംഗ്രഹം പറയാമോ? ഓർത്തുവെക്കേണ്ട പ്രധാന പോയിന്റുകൾ. സിമ്പിളായി ഈ ഒരു ഓർഡർ ഓർത്താൽ മതി. 1. ഡേറ്റയെ അറിയുക. നിങ്ങളുടെ കയ്യിലുള്ള ഇൻഫർമേഷന്റെ ടൈപ്പ് എന്താണ്? ക്വാളിറ്റേറ്റീവ്, നോമിനൽ, ഓർഡിനൽ. ക്വാണ്ടിറ്റേറ്റീവ്, ഡിസ്ക്രീറ്റ്, കണ്ടിന്യൂസ്, ഇന്റർവൽ, റേഷ്യോ. 2. ശരിയായി സംഗ്രഹിക്കുക. ഡേറ്റ ടൈപ്പിന് ചേർന്ന രീതിയിൽ അതിനെ വിവരിക്കുക. എണ്ണം, ശതമാനം, മീഡിയൻ, IQR, ശരാശരി, SD ഏതാണ് ഉചിതമായതെന്ന് നോക്കി. ഓർഡിനൽ ഡേറ്റയുടെ ശരാശരി പറയരുത്. 3. ശരിയായ ടെസ്റ്റ് തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ ഡേറ്റ ടൈപ്പിനും അതിന്റെ ഡിസ്ട്രിബ്യൂഷനും നിങ്ങളുടെ ചോദ്യത്തിനും അനുയോജ്യമായ സ്റ്റാറ്റിസ്റ്റിക്കൽ ടെസ്റ്റ് ഉപയോഗിക്കുക. 4. യുക്തിയോടെ വ്യാഖ്യാനിക്കുക. ഇന്റർപ്രറ്റ് വൈസ്ലി. സ്റ്റാറ്റിസ്റ്റിക്കൽ സിഗ്നിഫിക്കൻസ് P-വാല്യൂ മാത്രം നോക്കരുത്. വ്യത്യാസത്തിന്റെ അളവ് നോക്കുക. അതിന് ക്ലിനിക്കൽ പ്രാധാന്യമുണ്ടോ എന്ന് ചിന്തിക്കുക. ശരിക്കും പറഞ്ഞാൽ ഡെന്റൽ ഡയഗ്നോസിസ് പോലെ തന്നെ. ലക്ഷണം നോക്കുക. ഡേറ്റ ടൈപ്പ് പരിശോധിക്കുക. ഡിസ്ട്രിബ്യൂഷൻ, രോഗം നിർണയിക്കുക. ഏത് അനാലിസിസ് വേണമെന്ന് തീരുമാനിക്കുക. എന്നിട്ട് ചികിത്സിക്കുക. ടെസ്റ്റ് ചെയ്യുക, വ്യാഖ്യാനിക്കുക. ഇത് തീർച്ചയായും ഡെന്റൽ സ്റ്റുഡൻസിനും റിസർച്ചേഴ്സിനും മാത്രമല്ല, ദിവസവും പുതിയ പഠനങ്ങളും പ്രോഡക്ട്സുമൊക്കെ വിലയിരുത്തേണ്ടി വരുന്ന എല്ലാ ക്ലിനീഷ്യന്മാർക്കും വളരെ അത്യാവശ്യമുള്ളൊരു അറിവാണ്. എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഇത് തീർച്ചയായും സഹായിക്കും. അതെ, ഈ അടിസ്ഥാനം ക്ലിയർ ആണെങ്കിൽ സ്റ്റാറ്റിസ്റ്റിക്സ് പിന്നൊരു പേടി സ്വപ്നമായിരിക്കില്ല. മറിച്ച് നമ്മുടെ അറിവിനെ കൂടുതൽ ഉറപ്പുള്ളതാക്കാനും തെറ്റായ ക്ലെയിമുകളിൽ നിന്ന് നമ്മളെ സംരക്ഷിക്കാനും സഹായിക്കുന്ന ഒരു നല്ല ടൂളായി മാറും. ഡേറ്റ ടൈപ്പുകളിലേക്കുള്ള ഈയൊരു വിശദമായ സംഭാഷണത്തിൽ പങ്കുചേർന്നതിന് വളരെ നന്ദി. ഒരു കാര്യം കൂടി ഞാൻ പറയട്ടെ, നിങ്ങൾ ആലോചിക്കാൻ വേണ്ടി. നമ്മളിപ്പോ ഡേറ്റയുടെ തരം എങ്ങനെയാണ് അനാലിസിസിനെയും നിഗമനത്തെയും സ്വാധീനിക്കുന്നതെന്ന് കണ്ടു. അതെ. ഇനി തിരിച്ച് ചിന്തിച്ചാലോ? നമ്മളൊരു റിസർച്ച് തുടങ്ങുമ്പോൾ ഒരു കാര്യത്തെ എങ്ങനെ അളക്കണം അല്ലെങ്കിൽ തരം തിരിക്കണം എന്ന് നമ്മൾ തീരുമാനിക്കുന്നു. ഉദാഹരണത്തിന്, ഒരു ചികിത്സ വിജയിച്ചോ ഇല്ലയോ എന്ന് നമ്മൾ എങ്ങനെ തീരുമാനിക്കും? അത് വെറും യെസ് നോ, നോമിനൽ എന്നാണോ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നത്? അതോ എത്രത്തോളം മെച്ചപ്പെട്ടു എന്നൊരു സ്കെയിലിൽ 1, 2, 3, 4, 5 ഓർഡിനൽ ആണോ? അതോ എത്ര മില്ലിമീറ്റർ പോക്കറ്റ് ഡെപ്ത് കുറഞ്ഞു റേഷ്യോ എന്നാണോ അളക്കുന്നത്? ശരിയാണ്. നമ്മൾ എങ്ങനെ അളക്കുന്നു എന്നതിലും കാര്യമുണ്ട്. അതെ, നമ്മൾ തുടക്കത്തിൽ ഡേറ്റ എങ്ങനെ ശേഖരിക്കാൻ തീരുമാനിക്കുന്നു എന്ന ആ ചോയ്സ്, അത് തന്നെ അവസാനം നമുക്ക് എന്തുത്തരം കിട്ടുമെന്നതിനെ എങ്ങനെ സ്വാധീനിക്കുന്നുണ്ടാവാം. ചിലപ്പോ ചോദ്യം പോലെ തന്നെ ഉത്തരവും നമ്മൾ എന്തളക്കുന്നു എന്നതിലാണ് ഒളിഞ്ഞിരിക്കുന്നത്. ഇതൊന്ന് വെറുതെ ആലോചിച്ചു നോക്കൂ.